സിപിഎമ്മിനെയും ബിജെപിയെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വർഗീയതയുമായി സിപിഎമ്മും സിപിഐയും സംഘപരിവാറുമായി സന്ധി ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അവസാന ദിവസങ്ങളിൽ വ്യാപകമായ വർഗീയ പ്രചരണം നടത്താൻ ബിജെപി സംഘപരിവാരം ശ്രമിക്കുകയാണ് പാലക്കാട്. അതിന് മുഴുവൻ കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് സർക്കാരും സിപിഎമ്മും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയിൽ പോലും അവസാന സമയം ക്രൈസ്തവ ഭവനങ്ങളിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണം, അതിൻ്റെ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഞങ്ങൾ പരാതി കൊടുത്തു. ആ പരാതിയിന്മേൽ ഒരു കേസെടുക്കാൻ പോലും സർക്കാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തയ്യാറായില്ല. ആ ലഘുലേഖകൾ വായിച്ചാൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, വർഗീയമായ ഭിന്നതയുണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി നടത്തിയ പ്രചരണമാണ്. അതുപോലെ ബിജെപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബിജെപി നേതാവ് ഗോപാലകൃഷ്ണനും ഇതുപോലെ തന്നെ വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി. അവർക്കെതിരായിട്ട് കേസെടുക്കാനുള്ള ധൈര്യം പിണറായി സർക്കാരിനില്ല. ശബരിമല പോലും സംഘർഷഭൂമിയാക്കി മാറ്റാൻ സംഘപരിവാർ ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ എത്രയോ വർഷക്കാലത്തെ, നൂറുകണക്കിന് വർഷക്കാലത്തെ വിശ്വാസത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ശബരിമലയിൽ. വാവര് നടയിൽ നിന്നും പേട്ടതുള്ളലുമായി പോകുന്ന ഭക്തിനിർഭരമായ യാത്ര, ദേവസ്വം ബോർഡുകൾ അല്ലേ, ഗവൺമെൻറ്റുകൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. ആ വാവര് നട പൊളിച്ചു കളയണം എന്ന് ബിജെപിയുടെ നേതാവ് പ്രസംഗിച്ചിട്ട് അയാൾക്കെതിരായി ഒരു കേസ് പോലും എടുക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ വർഗീയ പ്രചരണം നടത്തുന്ന ഈ സംഘപരിവാർ ഒരു കാര്യം അറിയണം, അവരാണ് വന്ധ്യവയോധികനായ സ്റ്റാൻ സ്വാമിയെ, ഫാദർ സ്റ്റാൻ സ്വാമിയെ ആദിവാസികളുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലാക്കിയത്. അദ്ദേഹം പാർക്കിൻസൺ അസുഖം ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ പറ്റാത്ത ആളായിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ വെച്ച് പീഡിപ്പിച്ചു കൊന്നത് ഈ വർഗീയവാദികളാണ്. സാമൂഹ്യ പ്രവർത്തനത്തിന് ലോകം മുഴുവൻ മാതൃകയായ മദർ തെരേസയ്ക്ക് കൊടുത്ത ഭാരതരത്നം തിരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് ഈ സംഘപരിവാറിൻ്റെ നേതാക്കൾ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ നടത്തുന്ന പ്രചരണങ്ങൾ. ഇപ്പോൾ മണിപ്പൂരിൽ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കുക്കി വിഭാഗത്തിൽപ്പെട്ട 10-12 പേരെയാണ് വെടിവെച്ചു കൊന്നത്. വ്യാപകമായി അക്രമം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ. അവർക്കൊന്നും സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകാതെ, മണിപ്പൂർ സന്ദർശിക്കാൻ പോലും തയ്യാറാകാതെ പ്രധാനമന്ത്രി നിൽക്കുകയാണ്. എന്നിട്ടാണ് ഇവർ കുഞ്ഞാടുകളെ പോലെ ഈ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ ഭിന്നിപ്പുറത്ത്. അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. ഇവരെ മുനമ്പം വിഷയത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ്. ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രചരണം കൂടിയാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. വർഗീയതയുമായി സന്ധി ചെയ്ത് CPM അവരിവിടെ 3ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ 3ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുക. അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നവർ വ്യക്തമായി. എന്നിട്ട് BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളറിയണം, ഈ BJPയിൽ സീറ്റ് അന്വേഷിച്ചു പോയ ഒരാളെ EP ജയരാജൻ പറഞ്ഞതുപോലെ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ ഒരാളെ CPMന്റെ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങൾ മത്സരത്തിനില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ഇന്നലെ അദ്ദേഹം വന്ന് ഞങ്ങളെല്ലാം വെല്ലുവിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ആ സ്ഥാനാർത്ഥിയുടെ ഇന്നലത്തെ മറുപടിയിൽ തന്നെ എല്ലാ കാര്യമുണ്ട്.